ഹായ് വെൽക്കം ടു എന്ന വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന മാത്സിലത്തെ പാഠഭാഗമാണ്. ചാപ്റ്റർ 12 ആണ് കേട്ടോ. 12ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, എന്നാൽ എക്സാമിന് ഒരുപാട് അധികം ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു പാഠഭാഗമാണത്. അപ്പോൾ നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നതാണ് സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് കേട്ടോ, ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, അടിഭാഗത്ത് താഴ്ഭാഗത്ത് ബേസ് എന്ന് പറയുന്ന ഒരു സ്ക്വയറാ. മനസ്സിലായോ? അടിഭാഗം ബേസ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ, അടിഭാഗം ഒരു സ്ക്വയർ ആണ്. പിന്നെ 4 മുഖങ്ങളുണ്ട്. 4 മുഖങ്ങളുണ്ട്. ഈ മുഖങ്ങൾ എന്ത് ഷേപ്പാന്ന് നോക്കിക്കേ, ത്രികോണത്തിന്റെ ഷേപ്പാണ്. ഇതിനെ പറയുന്നതാണ് സമചതുര ത്രികോണ സ്തംഭം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാം. സ്ക്വയർ പിരമിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കാര്യങ്ങളും കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ പറയാം. ഇത് ഞാൻ 3 സെറ്റായിട്ട് എഗെയിൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ബേസ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ബേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണെന്ന് പറഞ്ഞു, ഒരു സമചതുരമാണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമചതുരത്തിന്റെ ഇതൊരു വശമാണല്ലോ, ഈ വശത്തിന് ഞാൻ എന്തെന്ന് പറയും, എ എന്ന് പറയും. വേറൊരു വശം ഉണ്ടല്ലോ, അതിനെയും ഞാൻ എന്ത് പറയും, എ എന്ന് പറയും. വേറൊരു വശം ഉണ്ടല്ലോ, അതിനെ എന്ന് പറയും. വേറൊരു വശം ഉണ്ടല്ലോ, അതിനെയും എ എന്ന് പറയും. ഇതെല്ലാം തന്നെ വശങ്ങളാണ്. എത്ര വശങ്ങളുണ്ട്? സമചതുരത്തിന് 4 വശങ്ങളുണ്ട്. എല്ലാ വശത്തിനെയും ഞാൻ എന്തെന്ന് പറഞ്ഞു, എ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം, സമചതുരത്തിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? അപ്പൊ നിങ്ങൾ പറയും സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ എന്ത് പറയും, വശം സ്ക്വയർ ആണ്, അല്ലെങ്കിൽ എന്ത് പറയും, സൈഡ് സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം. എ സ്ക്വയർ അല്ലെങ്കിൽ വശം സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അടിയിലത്തെ കാര്യം ഓക്കെ. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ വേറെ എന്തൊക്കെ സംഭവങ്ങൾ നോക്കിക്കേ. നമ്മൾ പറഞ്ഞു മുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര മുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ? 4 മുഖങ്ങളുണ്ട്. ഓക്കെ, ത്രികോണാകൃതിയിലുള്ള 4 മുഖങ്ങളുണ്ട്. മനസ്സിലായല്ലോ? 4 മുഖങ്ങളുണ്ട്. ഓരോ മുഖത്തിന്റെ ഷേപ്പ് എന്താ? ഓരോ മുഖത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ത്രികോണാണ് ഷേപ്പ് വരുന്നത്. ത്രികോണാകൃതിയാണ് കേട്ടോ. ഓക്കെ, ട്രയാങ്കുലർ ഷേപ്പിലുള്ളതാണ് വരുന്നത്. ക്ലിയർ? സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫേസ് ത്രികോണ ആകൃതിയിലാണെന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് പാർശ്വമുഖം എന്ന് പറയാം. പാർശ്വം എന്ന് പറയാം, പാർശ്വമുഖം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ നമ്മൾ നേരത്തെ ബേസ് പറഞ്ഞ സമയത്ത് ഈ ബേസ് സൈഡിന്റെ ഇവിടെ കണ്ടോ, ഇത് വക്കല്ലേ? ഈ വക്കിന് നമുക്ക് എന്ത് പറയാം? പാദമാണല്ലോ ബേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് അതിനെ പാദവക്ക് എന്ന് പറയാം. പാദവക്ക് എന്ന് പറയാം. പാദം എന്ന് പറഞ്ഞ ബേസ് ആണല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം? ബേസ് എഡ്ജ് എന്ന് പറയാം കേട്ടോ. ബേസ് എഡ്ജ്. ബേസ് എഡ്ജിനെ ഏത് ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തേ? ബേസ് എഡ്ജിനെ നമ്മൾ എ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇത് പാർശ്വമാണ്. സൈഡിനെ നമ്മൾ പറയുന്നതാണ് പാർശ്വം അല്ലെങ്കിൽ ലാറ്ററൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പാർശ്വം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പാർശ്വമുഖം എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതും വക്കല്ലേ? ഇതിന് നമുക്ക് എന്ത് പറയാം? പാർശ്വവക്ക് എന്ന് പറയാം. പാർശ്വവക്ക്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അഗെയിൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതേപോലെ തന്നെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. സോ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ വെൽ അണ്ടർസ്റ്റാൻഡിങ്. നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നോക്കിക്കേ, ഫിഗർ നോക്കിക്കേ. അപ്പോൾ ഇത് സെയിം സംഭവം നമ്മൾ പറഞ്ഞു. താഴ്ഭാഗം എന്താണെന്ന് പറഞ്ഞേ? താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ്. ഇത് സ്ക്വയർ പിരമിഡ് ആണ് ടോട്ടൽ വരുന്നത്. താഴെ കിടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു? താഴെ കിടക്കുന്നത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, സമചതുര ആകൃതിയിലുള്ള ഒരു സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്? നമ്മുടെ എല്ലാ വശവും തുല്യമായിട്ടുള്ള ഒരു ചതുരം, സമചതുരം എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നോക്കിക്കേ, എത്ര മുഖങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ? 1 2 3 4 4 മുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? 4 മുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? ഉയരം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ എയ്പെക്സ് എന്ന് പറയട്ടെ. എയ്പെക്സ്, ഉന്നതി, ഏറ്റവും ടോപ്പ്. ആ പോർഷൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കേ, ഒരൊറ്റ ലൈന് വരച്ചു കഴിഞ്ഞാൽ, ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പൊ നമ്മൾ ഇതും ഹൈറ്റ് അല്ലേ? അതും ഹൈറ്റ് ആണ്. പക്ഷെ ആ ഹൈറ്റ് എങ്ങനെയാ ഇരിക്കുന്നത്? ചരിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. സോ അതിന് നമുക്ക് എന്ത് പറയാം? ചരിവുയരം എന്ന് പറയാം. ഹൈറ്റ് തന്നെയാണ്, ചരിഞ്ഞിട്ടുള്ള ഹൈറ്റ് ആണ്, സ്ലാൻഡഡ് ഹൈറ്റ് ആണ് കേട്ടോ. എഗെയിൻ നമ്മൾ പറഞ്ഞു ബേസ് പറഞ്ഞു, ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെന്ന് പറഞ്ഞു, ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കുള്ള ഹൈറ്റ്.
മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് പറയാം. ശരിക്കുള്ള ഹൈറ്റിനെ നമുക്ക് എച്ച് എന്ന് പറയാം, ഹൈറ്റിനെ ഓൾട്ടിറ്റ്യൂഡിനെ എച്ച് എന്നും സ്ലാൻഡഡ് ഹൈറ്റിന് നമ്മൾ എൽ എന്നും പറയാം. ഇപ്പൊ സ്ലാൻഡ് ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ എൽ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ഭാഗം നോക്കിക്കേ. ആൻഡ് അഗെയിൻ എത്ര ഫേസുകൾ ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര ഫേസുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? ടോട്ടല് താഴെ എന്ത് ഫേസ് ഉണ്ട്? ഞാനതൊന്ന് സൂം ചെയ്യാം. എത്ര ഫേസുകൾ നോക്കിക്കേ. താഴെ നമ്മൾ പറഞ്ഞു താഴെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫേസ് എടുക്കുന്നുണ്ട്. സോ ഒരു ഫേസ് നോക്കിക്കേ, സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫേസ് എടുക്കുന്നുണ്ട്. പിന്നെയോ 4 ത്രികോണാകൃതിയിലുള്ള 4 ട്രയാങ്കുലർ ഫേസസ് എടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എത്ര എഡ്ജുകൾ ഉണ്ട്? എഡ്ജുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എഡ്ജുകൾ നോക്കുന്ന സമയത്ത് താഴെ എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് എന്ന് പറഞ്ഞാൽ വക്കിട്ട 1 2 3 and 4 4 വരുന്നത്. സോ 4 ബേസ് എഡ്ജുകളുണ്ട്, അതുപോലെ തന്നെ 4 ലാറ്ററൽ എഡ്ജുകളുണ്ട്. അതായത് മലയാളത്തിൽ പറയുന്ന സമയത്ത് പാദത്തിലുള്ള വക്കുകൾ 4 ഉണ്ട്. പാർശ്വം എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള വക്കുകൾ എത്ര ഉണ്ട്? സൈഡിലുള്ള വക്കുകൾ 4 ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയായി? ടോട്ടൽ നമുക്ക് 8 എഡ്ജസ് ഉണ്ട്. ഓക്കെ. ഇനി എത്ര മൂലകളുണ്ട്? മൂലകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സ്ക്വയറിന്റെ സമയത്ത് അല്ലെങ്കിൽ സമചതുരത്തിൽ നോക്കുന്ന സമയത്ത് 1 2 3 and 4 മൂലകൾ, പിന്നെ ഏറ്റവും ടോപ്പിൽ ഒരു മൂല. ടോട്ടൽ എത്ര മൂലകളുണ്ട്? നമുക്ക് 5 മൂലകൾ ഉണ്ടെന്ന് മനസ്സിലായോ? ഡിഫറൻസ് എല്ലാം മനസ്സിലായല്ലോ? പിന്നെ ഹൈറ്റിന് നമ്മൾ എന്ത് പറഞ്ഞു? എച്ച് എന്ന് പറഞ്ഞു. ഇനി ചരിവുയരത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? ചരിവുയരത്തിന് നമ്മൾ എൽ എന്ന് പറഞ്ഞുകൂടാ. സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ സ്ലാൻഡ് ലെങ്ത് എന്നുള്ളതിൽ. അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? മനസ്സിലായല്ലോ? എത്ര ഫേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു? ഒരു സ്ക്വയർ ഫേസ് ഉണ്ട്, പിന്നെ നമ്മുടെ ട്രയാങ്കുലറിൽ വരുന്നത് നമുക്കൊരു 4 വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. എനിക്ക് ഇതിന്റെ സ്ലൈഡുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഇത് അയച്ചു തരാം, സ്ലൈഡുകൾ അയച്ചു തരാം. അപ്പൊ ഇനി നമ്മൾ ഈ പറഞ്ഞ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞ സംഭവം ഇതാണല്ലോ. നമ്മൾ സ്ക്വയർ പിരമിഡ് എടുക്കുന്ന ഈ സംഭവം സ്ക്വയർ പിരമിഡ്. ഓക്കെ, അത് നമ്മളൊന്ന് തുറന്നു വിചാരിച്ചോ. ഇത് നോക്കിക്കേ, ഒരു ബോക്സ് പോലെ ഇങ്ങനെ തുറന്നു. ലൈക്ക് നമ്മളിപ്പോ ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അത്തരത്തിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന ടൈപ്പുള്ള സംഭവങ്ങൾ. ഈ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ക്യാൻഡിൽ വെച്ചിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. മനസ്സിലായി? ശരിക്കുള്ള ഹൈറ്റ് എവിടെ നിന്നുള്ളതാ? ഈ സെന്ററിൽ നിന്ന് ഇതെല്ലാം കൂടിയിട്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ളതാണ് ശരിക്കുള്ള ഹൈറ്റ്. നമുക്ക് അറിയാൻ പറ്റും. ഇത് ഈ ഹൈറ്റ് നമ്മൾ എന്താ പറയാ? ഈ ഹൈറ്റ് നമ്മൾ പറയുന്നത് സ്ലാൻഡഡ് ഹൈറ്റ് ആണ്. നമുക്കറിയാം, ഇതിനെ നമുക്ക് സ്ലാൻഡഡ് ഹൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം അറിയാം. അഗെയിൻ നോക്കിക്കേ, ഇത് ശരിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെ ഉണ്ടാവും. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു ഇതിനെന്താ പറഞ്ഞ? പാദവക്ക് എന്നല്ലേ പറഞ്ഞ? പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ബേസ് എഡ്ജിന് നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇതും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഇതും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഇതും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. കാരണം ഇതൊരു സമചതുരമാണ്, സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങളോടൊരു ചോദ്യം. ഈ കിടക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ലൈക്ക് ദിസ് വൺ. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ലൈന്, ഓക്കെ, നമുക്ക് ഡോട്ട് ലൈൻ വെച്ച് ഡോട്ട് ലൈൻസ് ഇതാ ഈ കിടക്കുന്ന ഓക്കെ ഡോട്ടർ ലൈൻസ് ഇതാ കറക്റ്റ് സെന്ററിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്കുള്ള ഇത് എന്താന്നാ പറയാ? ഇത് നിങ്ങളോട് ചോദിക്കുന്നത് ഇത് ഹൈറ്റ് ആണോ അതോ ഇത് സ്ലാൻഡഡ് ആയിട്ടുള്ള ലെങ്ത് ആണോ? സ്ലാൻഡഡ് ഹൈറ്റ് എന്നോ സ്ലാൻഡഡ് ലെങ്ത് എന്നോ ഇത് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നോക്കി നോക്കുക, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കിക്കേ. ഹൈറ്റ് എന്ന് പറഞ്ഞ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാൻഡഡ് ആയിട്ടുള്ള ഇങ്ങനെയാ ആ സാധനമാണല്ലോ. ഓക്കെ, കണ്ടോ? ഇത് ഇങ്ങനെ ആയിരുന്ന സാധനം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തുറന്നിട്ടുള്ളതാണ് ഈ കിടക്കുന്നത്. സോ ഇത് എന്താണെന്ന് മനസ്സിലായി? ഈ കിടക്കുന്ന സംഭവം ശരിക്കും സ്ലാൻഡഡ് ഹൈറ്റ് ആയിട്ടുള്ള എൽ ആണ്. സ്ലാൻഡഡ് ഹൈറ്റ് നമ്മൾ എന്താ പേര് പറഞ്ഞേ? സ്ലാൻഡഡ് ഹൈറ്റിനെ എൽ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമുക്ക് ചെരിവ് ഉയരം എന്ന് പറയാം. ചെരിവ് ഉയരം എൽ ആണെന്ന് അറിയാലോ. ഹൈറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഹൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരത്തിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഇത് ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഇത് ടോട്ടൽ എ ആണെന്നാ പറഞ്ഞിട്ടില്ല. ഇത് ടോട്ടൽ എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ എ ആണെങ്കിൽ എ ആണ് പറഞ്ഞു എന്ന് വിചാരിച്ചു. ഇത്രയും ഭാഗം എ ആണെങ്കിൽ നമുക്കറിയാം ഇത്രയും ഭാഗം എ ആണെങ്കിൽ ഇത്രയും ഭാഗം അതിന്റെ പകുതി എന്ന് പറയുന്നത് എന്റെ പകുതി അല്ലേ? a/2 അല്ലേ? അത് ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, എന്ത് പറഞ്ഞു? ഞാനൊന്ന് സൂം ചെയ്യാടാ. നോക്കൂ,
ഇതാ ഈ ഒരു പോർഷൻ മാത്രം നോക്കിക്കേ, ഈ ഒരു പോർഷൻ മാത്രം നോക്കിക്കേ. ഞാൻ പറഞ്ഞു ഇത്രയും ഭാഗം എ ആണെങ്കിൽ ഇത്രയും ഭാഗം എന്തായിരിക്കും, a/2 ആയിരിക്കും. ഇത്രയും ഭാഗം എന്ത് തന്നെയായിരിക്കും, a/2 ആയിരിക്കും. അങ്ങനെ 2a/2 കൂടി ചേർന്നാലാണല്ലോ നമുക്ക് a കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ഭാഗം a ആണെങ്കിൽ ഇത് a/2. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ഈ ഭാഗം, ആ ഭാഗം, അതിനെ നമ്മൾ എന്തെന്ന് പറയാ? ശരിക്കും ഒരു വക്കല്ലേ, അത് വക്കല്ലേ, മീൻ ഒരു എഡ്ജ് ആണല്ലോ വരുന്നത്. അതിനെന്തെന്നാ നമ്മൾ പറഞ്ഞിരുന്നേ? അതിനെ പറയുന്നതാണ് നമ്മുടെ പാർശ്വവക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ പറഞ്ഞു, ഇത് പാദവക്കാണ്. ഇതിനെയാണ് നമ്മൾ പാർശ്വവക്ക് എന്ന് പറയുന്നത്. പാർശ്വവക്ക് നമുക്ക് ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് പറയാം. ഇ, മനസ്സിലായല്ലോ? ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നോക്കിക്കേ, ഇതൊരു ത്രികോണം പോലെയല്ലേ എടുക്കുന്നത്. കണ്ടോ, ഇത് നോക്കിക്കേ, നേരെ ഒരു ത്രികോണമായിട്ടല്ലേ എടുക്കുന്നത്. എന്ത് ത്രികോണമായിട്ടൊക്കെ എടുക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ, ഒരു മട്ടത്രികോണമായിട്ടല്ലേ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മട്ടത്രികോണം. ഇവിടെ നിന്ന് ഇങ്ങനെ മട്ടത്രികോണം, ഇത് 90 ഡിഗ്രി അല്ലേ മട്ടത്രികോണം. മട്ടത്രികോണമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈക്വേഷൻ അപ്ലൈ ചെയ്യാലോ. മട്ടത്രികോണമാണെങ്കിൽ ഒരു തിയറം നമുക്ക് അപ്ലൈ ചെയ്യാലോ. എന്താണ് തിയറം? നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അനുസരിച്ച് നോക്കിക്കേ, ഈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് നമുക്ക് ശരിക്കും എന്ത് പറയുന്നത്, കർണം എന്ന് പറയുന്നത്. കർണത്തിന് എന്താ നമ്മൾ പറയാ? ഹൈപ്പോട്ടിന്യൂസ്. കർണം. ക്ലിയർ അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് ആണ്, കർണമാണ്. ക്ലിയർ, ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് ഉയരം എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം എന്താ, അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. കാരണം യു ഓൾറെഡി നോ ദാറ്റ്. നമ്മൾ മുന്നേ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ ഇക്വേഷൻ പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. അതായത് എന്താ പറഞ്ഞേ? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുക്കാലോ. ഹൈപ്പോട്ടിന്യൂസ് പറഞ്ഞാൽ ഇതല്ലേ, അപ്പൊ നമുക്ക് എഴുതാം ഇ സ്ക്വയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം ഏതാ? പാദം എന്ന് a/2 അല്ലേ, a/2 ഹോൾ സ്ക്വയർ പ്ലസ് ലംബം ഏതാ, ഉയരം L അല്ലേ, പ്ലസ് L. മനസ്സിലായല്ലോ? L മാത്രമല്ലല്ലോ, Lന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും നോക്കിക്കേ, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം എന്ന് കിടക്കുന്നത്, ഹൈപ്പോട്ടിനസ് ആയിട്ട് കിടക്കുന്നത് ഇ ആണ്. സോ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ a/2 ആണ്, a/2 ഹോൾ സ്ക്വയർ പ്ലസ് L സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാലൊക്കെ കുഴപ്പമില്ല കേട്ടോ, സെയിം തന്നെയാണ്. നോക്കിക്കേ, അതിനെ തന്നെ ഞാൻ എഴുതിയിട്ടുള്ള നോക്കിക്കേ, ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ആദ്യം ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, L സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ, ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി നമുക്ക് മനസ്സിലിരിക്കാനായിട്ട് ഇത് ഇങ്ങനെ എഴുതി എടുക്കുന്നു. സെയിം സംഭവം ഞാനിതാ ഈ രീതിയിൽ എഴുതിയെടുക്കുന്നു. സോ ഇത് നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്കൊരു കള്ളിയിലിട്ട് വയ്ക്കാം. ഇതിന് ഞാനൊരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായി? ഓക്കെ, ആൻഡ് അഗെയിൻ ഇനി കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് ലാറ്ററൽ എഡ്ജ് ആണ്, നമ്മൾ പറഞ്ഞു ലാറ്ററൽ എഡ്ജ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞു. ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇത് ഭാഗമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഹൈറ്റ് ഈ ഭാഗമാണ്. ഓക്കെ, നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഹൈറ്റ് മനസ്സിലായല്ലോ? ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഈ ഹൈറ്റിന് ഞാൻ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ പറയണ്ടേ? ഹൈറ്റിന് നമ്മൾ പറഞ്ഞു, ഹൈറ്റിന് നമുക്ക് എച്ച് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ എച്ച്, ഇത് എച്ച് ആ. ക്ലിയർ ആണല്ലോ? എച്ച് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു ദൂരം, ലൈക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു ദൂരം എടുത്തു എന്ന് വിചാരിച്ചോ. ഇത് എന്തായിട്ടൊക്കെ എടുക്കുന്നത്? ഇത് എടുക്കുന്നത് ഒരു 90 ഡിഗ്രി ആണല്ലോ. ആൻഡ് അഗെയിൻ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇതിനെ ഹൈറ്റിനെ എച്ച് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം അത് ശരിക്കും എന്ത് തന്നെയാണെന്ന് പറഞ്ഞേ? നമ്മൾ പറഞ്ഞു അത് a/2 ആണെന്ന് നമുക്കറിയാം. a/2 ആണെന്ന് അറിയാം. ഈ ഒരു ദൂരത്തിന് a/2 ആണെന്ന് നമുക്കറിയാം. എന്ന് നോക്കിക്കേ, ഇവിടെ നിന്ന് ഇതെന്തുട്ടാ? ഇത് നമ്മുടെ സ്ലാൻഡഡ് ഹൈറ്റ് അല്ലേ? സ്ലാൻഡഡ് ഹൈറ്റ് നമ്മൾ ഏതാ സ്പെല്ലിങ് വെച്ചിരുന്നേ? L എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, എച്ച് ഉണ്ട്, a/2 ഉണ്ട്, L ഉണ്ട്. സോ നമുക്ക് ഇതേപോലെ തന്നെ ഈക്വേഷൻ നമുക്ക് എഴുതാലോ.
എന്താ നമ്മുടെ ഈക്വേഷൻ പറഞ്ഞ ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ഹൈപ്പോട്ടിനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ അല്ലേ. സോ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കള്ളി വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, സോ വി ഗോട്ട് 2 ഈക്വേഷൻസ്, 2 ഈക്വേഷൻസ് കിട്ടിയിട്ടാ, 2 ഈക്വേഷൻസ് കിട്ടി. ക്ലിയർ ആണല്ലോ, 2 ഈക്വേഷൻസ് ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിക്കേ. ഓക്കെ, ഇത് പറഞ്ഞു നമ്മൾ, ഇതാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. ഇത് ടോട്ടൽ എത്ര, ഇതിനെന്താ നമ്മൾ പറയാം, ഇത് എ ആണ് കേട്ടോ. എ = 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്തായിരിക്കും, a/2 ആണ് നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു ലാറ്ററൽ ഹൈറ്റ് ആണെന്ന് പറഞ്ഞു, ലാറ്ററൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയാം, ലാറ്ററൽ ലെങ്ത് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഫർദർ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ പറഞ്ഞു, സ്ലാൻഡ് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, സ്ലാൻഡ് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞു. യെസ്, ആൻഡ് ഇതാണ് നമ്മുടെ ഒരു കാര്യം കൂടി ചെയ്യാം. ഞാൻ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള, നമുക്ക് കിട്ടിയിട്ടുള്ള 2 ഈക്വേഷൻസ് ഇതാ. ഏതൊക്കെയാണ് നമുക്ക് 2 ഈക്വേഷൻസ് കിട്ടിയിരുന്നത്? ഒന്നാമത്തെ ഈക്വേഷൻ ആണ് E² = ഞാനത് അത് നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കോപ്പി. ഓക്കെ, അപ്പൊ ഞാനത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇതാ. സോ വി റോട്ട് ഇറ്റ് ഹിയർ. യെസ്, ആൻഡ് വി ഹാവ് അനദർ ഈക്വേഷൻ. നമ്മൾ വേറൊരു ഈക്വേഷൻ കൂടി കിട്ടി. എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഈക്വേഷൻ. കോപ്പി and paste. ഇതാ 2 ഈക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലോട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ള 2 ഈക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഒരു ഈക്വേഷൻ കൂടി ഞാൻ പറയാം. ടോട്ടൽ സർഫസ് ഏരിയ TSA എന്ന് പറയാം. ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ TSA എന്ന് പറയാം. ആകെ പ്രതല തലപരപ്പളവ്. ഓക്കെ, പ്രതല തലപരപ്പളവ്. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് വി ഹാവ് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നേ. നമുക്ക് അടിഭാഗത്തായിട്ട് താഴെയായിട്ട് എന്തുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ കാണാം. അപ്പൊ ഞാൻ നേരത്തെ ഫിഗറിൽ തന്നതനുസരിച്ചിട്ട് ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്നതിന് മുന്നേ ആയിട്ട് ഞാനതാ ഒന്ന് പറയുന്നത്, താഴ്ഭാഗം എന്താണെന്ന് പറഞ്ഞു. നമ്മൾ കുറേ പറഞ്ഞു. താഴെ ഭാഗം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണെന്നല്ലേ പറഞ്ഞിരുന്നേ. ഓക്കെ, സമചതുരാണെന്നല്ലേ പറഞ്ഞിരുന്നേ. അപ്പൊ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാം ബേസിന്റെ ഏരിയ. ബേസ് ഏരിയ നമുക്ക് എന്താ ഇതിന് പറയുന്നത് മലയാളത്തില്? പാദപരപ്പളവ്. ഇത് ഏറ്റവും ബേസിക് ആണ് കേട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പാദപരപ്പളവ് അവിടെ എന്താണെന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താ? A². വശം സ്ക്വയർ ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടല്ലോ. ബാക്കി എത്ര ത്രികോണങ്ങൾ വരുന്നുണ്ട്? 4 ത്രികോണങ്ങൾ വരുന്നുണ്ട്. ഒരു ത്രികോണത്തിന്റെ നമുക്ക് പറയാം ഒരു പാർശ്വതല പാദപരപ്പളവ് പറഞ്ഞു, പാർശ്വപരപ്പളവ് പറയാം. പാർശ്വപരപ്പളവ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാറ്ററൽ ഏരിയ നോക്കിക്കേ. ലാറ്ററൽ ഏരിയ നമുക്കറിയാം. ലാറ്ററൽ സൈഡിൽ എന്താണ് ഫിഗർ കാണാൻ പറ്റുന്നത്? ഈ ലാറ്ററൽ സൈഡിൽ എന്താ നമുക്ക് ആ ഫേസ് കാണാൻ പറ്റുന്നത്? എന്ത് ആകൃതിയിലാണ് കാണാൻ പറ്റുന്നത്? എന്ത് ഷേപ്പിലാണ് കാണാൻ പറ്റുന്നത്? നമുക്കറിയാവുന്ന ത്രികോണാണ്. ഓക്കെ അല്ലേ? ത്രികോണത്തിന്റെ ഈക്വേഷൻ തൊട്ടാ, ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ഈക്വേഷൻ തൊട്ടാ ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഹാഫ് ബി എച്ച് ആണ് നമുക്കറിയാം. ഇതാ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഫിഗർ വി നീഡ് ഓക്കെ, ഇതിൽ വെച്ചിട്ട് ഞാൻ പറയാം. ഹാഫ് ബി എച്ച് ആണ് നമുക്കറിയാം. സോ അതിന്റെ പേരുകൾ ഞാൻ നിങ്ങളോട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഹാഫ് ബി എച്ച് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിലേ നോക്കിക്കേ, ശ്രദ്ധിച്ചോളൂ. ഇവിടുന്ന് ഞാനിതാ ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിനാണ് ഞാൻ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ ശരിക്കും ഈ വരച്ചിട്ടുള്ള വര എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇത് എച്ച് ആണോ, ഹൈറ്റ് ആണോ, അതോ സ്ലാൻഡഡ് ഹൈറ്റ് ആണോ? ചെരിവുയരമാണോ, ശരിക്കുള്ള ഉയരമാണോ? നമുക്കറിയാം ഇത് ചെരിവുയരമാണ്.
ഓക്കെ, ചെരിവ് ഉയരമാണ്. കാരണം ഇത് ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള സംഭവമാണ് നമ്മൾ വിടർത്തിയിട്ടുള്ളത്. ചെരിവ് ഉയരമാണ്. ചെരിവ് ഉയരം എന്താ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? L ആയിരുന്നു. ക്ലിയർ? നോക്കിക്കേ, ഇനി ഇതാണ് നമ്മുടെ ഇപ്പൊ ത്രികോണത്തിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇത് ടോട്ടൽ ത്രികോണം വരുന്ന ത്രികോണത്തിന്റെ നമ്മൾ ഏരിയ അളക്കാനായിട്ടുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണെന്ന് പറഞ്ഞു. ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ബേസ്, ഇതാണ് ബേസ്. ഈ ബേസിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്തിരുന്നത്? ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള റെപ്രസെന്റ് ചെയ്യുന്നത് എ ഉണ്ട്. ഹൈറ്റിന് നമ്മൾ ഇവിടെ എന്താ ഹൈറ്റ്? L ആണ് ഹൈറ്റ്. സോ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ പറഞ്ഞേ? നമ്മൾ ത്രികോണത്തിന്റെ പറയുമ്പോൾ ഹാഫ് ബി എച്ച് ആണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്താ ഇവിടെ കിടക്കുന്നത്? ബേസ് ആയിട്ട് കിടക്കുന്ന ഇവിടെ എ ആണ്. ഓക്കെ അല്ലെ? ഹൈറ്റ് ആയിട്ട് കിടക്കുന്ന കേട്ടാ L ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതെന്താണ്? ഹാഫ് എ എൽ ആണ് നമ്മുടെ ഇവിടെ. ഹാഫ് എ എൽ ആണ് കേട്ടാ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഹാഫ് എ എൽ. ഓക്കെ, അര എ എൽ. ഫുള്ളായോ? ഇല്ല, ഫുൾ ആയിട്ടില്ല. കാരണം ഒരു സൈഡിലത്തെ ഒരു ത്രികോണത്തിൻ്റെതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹാഫ് എ എൽ എന്ന് പറഞ്ഞു. എത്ര ത്രികോണങ്ങളുണ്ട്? ഇതുപോലെ തന്നെ 4 ത്രികോണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? 4 ഇൻറ്റു 1/2 ഹാഫ് 4 ഇൻറ്റു ഹാഫ് എ എൽ. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാലോ. 4ൽ 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം പോകും. സോ 2 ഇൻറ്റു 1 എ എൽ. ഇനി ആ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഒരു 2 തന്നെയല്ലേ. സോ നമുക്ക് എഴുതാം 2AL. എഴുതിയല്ലോ. നമുക്ക് 2 ഏരിയകൾ കിട്ടി. താഴെ കിടക്കുന്ന ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞ A² ആണ്. പിന്നെ പാർശ്വ പരപ്പളവ് എന്ന് പറഞ്ഞ ലാറ്ററൽ പറഞ്ഞിട്ടുള്ള ഏരിയ വന്നിട്ട് നമുക്ക് 2AL ആണ് കിട്ടി. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ നമുക്ക്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ഇവിടെ കിട്ടിയിട്ടുള്ള ഏരിയ എത്രയായിരുന്നു? A² ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഞാനത് ഇവിടെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഇക്വേഷൻ ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു, നമുക്ക് ഓൾറെഡി എന്തുണ്ട്? A² ഉണ്ട് പ്ലസ് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 2AL കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷനുമായി മനസ്സിലായല്ലോ. ഇത്രയും ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പൊ നമുക്കിതാ ഇത്രയും ഈക്വേഷൻസ് കിട്ടി. മെയിൻ ആയിട്ടുള്ള ഇത്രയും ഈക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെ ഞാനിതാ കള്ളിയിലിട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. മെയിൻ ആയിട്ട് 3 ഈക്വേഷൻസ് ഉണ്ടാ. ഈ 3 ഈക്വേഷനെ ഞാൻ എടുത്തിട്ട് ഇനി എല്ലാ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് ഈ സംഭവം കൊണ്ട് ഇടാം. നമുക്കിതാ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ആൻഡ് ഞാനിതാ ഈ ഇക്വേഷൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു സൈഡിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമ്മൾ പേജ് നമ്പർ എത്രയാണ്? 259 ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ വാട്സ് എവർ പേജ് നമ്പർ 259 ആണ്. 259 259 ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്കിലത്തെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലത്തെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈസിയാണ്. നോക്കുക, എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഞാനിതാ ചോദ്യം ഞാൻ ഫുൾ ആയിട്ട് വായിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ ആ ഫിഗർ ഞാനിത് ഇവിടെ വരയ്ക്കുന്നുണ്ട്. സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. ഓക്കെ, സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. അപ്പൊ ഇതാ ഒരു സ്ക്വയർ വരച്ചു. ഇവിടെ സൈഡ് എത്രയാ പറഞ്ഞിട്ടുള്ള? 5 സെന്റിമീറ്റർ. ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള സ്ക്വയർ പിരമിഡിന്റെ കേസ് പറയുന്ന സമയത്ത് ഈ 5 എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഇതെന്ന് പറയുന്നത് A ആണ്. നമുക്കറിയാം A ആണ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അത് കിട്ടി. ആൻഡ് 4 ഐസോസെലസ് ട്രയാങ്കിൾസ്. ഐസോസെലസ് ട്രയാങ്കിളുകൾ ഉണ്ട്. 4 ഐസോസെലസ് ട്രയാങ്കിളുകൾ. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിളുകൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഐസോസെലസ് ട്രയാങ്കിൾസ് ലൈക്ക് ഇവിടെ ഞാൻ കളർ എടുത്തു. ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദ ഐസോസെലസ് ട്രയാങ്കിൾ 4 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്ത് ചെയ്തെന്ന് അറിയോ? ഒരെണ്ണം ഇവിടെ വെച്ചു, ഉണ്ടോ? ഇവിടെ ഒരെണ്ണം വെച്ചു. അങ്ങനെ 4 സൈഡിലും വെക്കാനായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി നീഡ് 2, 3 ആൻഡ് 4. 4 ഐസോസെലസ് ട്രയാങ്കിളുകൾ വേണം. ഓക്കെ, അങ്ങനെ 4 ഐസോസെലസ് ട്രയാങ്കിളുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്തു? അതിന്റെ ബേസ് എന്ന് പറഞ്ഞത് ബേസ് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 5 സെന്റിമീറ്ററും ഹൈറ്റ് 8 സെന്റിമീറ്ററും. അപ്പൊ ഞാനത് അവിടെ അടയാളപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാം. ഇതിന്റെ ബേസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ബേസ് 5 സെന്റിമീറ്റർ ആണ്. ഇതാണല്ലോ ബേസ് എന്ന് പറയുന്നത്. ഇതൊരു 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഹൈറ്റ് 8 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് ദൂരാന്ന് അറിയാം നമുക്ക്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരാണ് നമുക്കറിയാം. ഹൈറ്റ് എത്രയാ പറഞ്ഞിട്ടുള്ളത്? 8 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. 8 സെന്റിമീറ്റർ.
ഓക്കെ, ആർ ടു ബി പുട്ട് ടുഗദർ ടു മേക്ക് എ സ്ക്വയർ പിരമിഡ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത്. സോ ഇത് ഞാൻ എടുത്തു, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണം. ഇതാ, ഓ സോറി, കം ഓൺ, യെസ്, ഇവിടെ വെച്ചു. ഇതേപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാ സാധനവും ഇതേപോലെ തന്നെയാണ്. ഞാനത് ഇതെടുത്തു, എല്ലാം സെയിം അളവുകളാണ്, ഐസോസിലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ അതെടുത്തിട്ട് ഇത് ഇവിടെ വെച്ചു. ഓക്കെ, ഒരു പീസും കൂടി ഇതാ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഈസി ആണല്ലോ. ഈ ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെച്ചൊക്കെ ഏകദേശം ഓക്കെ ആണല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ടു മേക്ക് എ സ്ക്വയർ പിരമിഡ്, അതുണ്ടാക്കി. ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ആർ നീഡഡ്? ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ആർ നീഡഡ്? അപ്പോ സ്ക്വയർ ഓഫ് സൈഡ് ഇത്രയും ഉണ്ടാക്കണം. അതായത് 5 ഇവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. എ ഇസ് ഈക്വൽ ടു 5. പിന്നെ എന്താ ഇതിനെ ഇത് എത്രയാന്ന് പറഞ്ഞു? ഇത് 8 എന്ന് പറഞ്ഞില്ലേ? ഈ കിടക്കുന്ന സംഭവം 8 എന്ന് പറഞ്ഞില്ലേ? ഇത് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഇത് ലാറ്ററൽ, അതായത് ലാറ്ററൽ അല്ല, എന്തായിരുന്നു പറഞ്ഞത്? സ്ലാൻഡഡ് ഹൈറ്റ് ആണെന്നല്ലേ പറഞ്ഞത്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡഡ് ഹൈറ്റ് ആണ്. എത്രയാണ് തന്നിട്ടുള്ളത്? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. യൂണിറ്റ് എഴുതണം, 8 സെന്റിമീറ്റർ. ഇത് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ആർ നീഡഡ്? എന്ത് കണ്ടാൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടാൽ പോരെ? ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ കിട്ടാൻ നമുക്കറിയാം. ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ ഇതാ ഇവിടെ പഠിച്ചു. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ. എ ഒക്കെ ഉണ്ട് ഇവിടെ. സോ എ സ്ക്വയർ പ്ലസ് 2al. ഈസി ആണല്ലോ. എ സ്ക്വയർ പ്ലസ് 2al. അപ്പോൾ നമുക്ക് എഴുതാം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ എത്രയാ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 5 ആണ്. എ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, ഇൻറ്റു എൽ എത്ര പറഞ്ഞിട്ടുള്ള? എൽ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. പ്ലസ് 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 80 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 80 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 105 ആണ്. 105 നമ്മൾ കണ്ടിട്ടുള്ള ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അതായത് ആകെ പ്രതല പരപ്പളവാണ് കണ്ടിട്ടുള്ളത്. സോ 105 സെന്റിമീറ്റർ സ്ക്വയർ.